മാധവം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായൊരു ബുക്ക് ഞാൻ വായിച്ചു. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാള കഥയ്ക്കും നോവലിനും ശക്തമായ ആഖ്യാന ശൈലി കൊണ്ട് ആധുനിക ഭാവങ്ങൾ സമ്മാനിക്കുന്ന എഴുത്തുകാരിയാണ് കെ.ആർ. മീര. കെ.ആർ. മീരയുടെ ഏറ്റവും പുതിയ നോവൽ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. ഒരു മനുഷ്യനും എഴുതാൻ ധൈര്യപ്പെടാത്ത ഒരു നോവൽ എഴുതുക എന്നത് എൻ്റെ ആവർത്തിച്ചുള്ള സ്വപ്നമാണെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ കെ.ആർ. മീര പറയുകയുണ്ടായി. ആ അർത്ഥത്തിൽ ആൺബോധത്താലും ആൺമേൽക്കോയ്മയാലും പുലരുന്ന പുരുഷ ചിന്തകൾക്ക് മേൽ ശക്തമായ ചോദ്യശരങ്ങൾ ഉന്നയിക്കുന്ന അതിശക്തമായ ഒരാവിഷ്കാരമാണ് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. അവളെ തന്നെ ഗർഭം ധരിച്ചു. പാദങ്ങൾക്കടിയിൽ ചന്ദ്രനും ശിരസിൽ 12 നക്ഷത്രങ്ങളുടെ കിരീടവുമായി അവളെ തന്നെ കണ്ടു. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. നമുക്ക് കഥയിലേക്ക് പോകാം. ബൈബിളിലെ ജസബൽ രാജ്ഞിയുടെ നിയോഗം അനുഭവിക്കുന്ന ഡോക്ടർ ജസബലാണ് ഇതിലെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ. ജസബലിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കഠിനമായ ജീവിതാനുഭവങ്ങളും അതിൽ നിന്നുള്ള അവളുടെ ഉയർത്തെഴുന്നേൽപ്പുമാണ് ഈ നോവലിൻ്റെ കാതൽ. പുരുഷ ചിന്തകളെ അടിമുടി അവൾ ചോദ്യം ചെയ്യുന്നു, തൻ്റെ ജീവിതം അതിനു മുന്നിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട്. കോമയിൽ കിടക്കുന്ന ഭർത്താവ് ജെറോം ജോർജ് മരക്കാരിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയിലെത്തിയ ജസബലിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഭർത്താവിനെ കൊലപ്പെടുത്താൻ വാടക ഗുണ്ടയ്ക്ക് പണം കൊടുത്തവൾ എന്ന് കല്ലെറിയപ്പെട്ട് കുടുംബ കോടതിയിലെത്തിയ ജസബലിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. പിന്നീട് എതിർവക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് ജസബൽ നൽകുന്ന ഉത്തരങ്ങൾക്ക് പിന്നിലുള്ള സംഭവങ്ങളിലൂടെയുമാണ് കഥ മുന്നോട്ട് പോകുന്നത്. നോവലിൻ്റെ ആദ്യ പകുതി വളരെ സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. ജോർജ് ജെറോം മരക്കാരനെ കല്യാണം കഴിച്ച് ആ വീട്ടിലെത്തുന്ന ജസബലിൻ്റെ ആത്മാഭിമാനം അവിടെ മുറിപ്പെടുന്നു. വികലമായ സ്വഭാവ സവിശേഷതകളുള്ള ചില വ്യക്തികളുടെ സ്വഭാവം വിവാഹത്തിലൂടെ മാറും എന്ന സമൂഹത്തിൻ്റെ തെറ്റായ ധാരണയ്ക്ക് ഇരയായവളാണ് ജസബൽ. അതുപോലെ നമ്മുടെ സമൂഹത്തിന് ചില മുൻവിധികളുണ്ട്. അതിനനുസരിച്ച് വേണം ഒരു സ്ത്രീ ജീവിക്കാനെന്ന് പറയുന്നു. അതിപ്പോൾ അവളുടെ വസ്ത്രധാരണം പോലും. വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്നവർ പോലും അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തയ്യാറല്ല. ഇവിടെ ജസബലിൻ്റെ വക്കീൽ പറയുന്നത്, ഇനി വരുമ്പോൾ കുറച്ചുകൂടി ഡീസൻ്റ് ഡ്രസ്സിൽ വരണം, ജഡ്ജിയുടെ ഇംപ്രഷൻ പ്രധാനമാണെന്ന്. അപ്പോൾ അത് ശരി, തുണിമണിയൊക്കെ നോക്കിയാണോ വക്കീലെ ജഡ്ജിമാർ കേസ് വിധിക്കുന്നത് എന്ന വല്യമ്മച്ചിയുടെ ചോദ്യത്തിലൂടെ മീര ആ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ സമൂഹം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ ഒരു സ്ത്രീ ജീവിക്കണം എന്ന് വാശി പിടിക്കുന്ന കഥാപാത്രമാണ് ജസബലിൻ്റെ അമ്മ സാറ. ജസബലിൻ്റെ പീഡനാനുഭവങ്ങൾക്ക് ഒരു പരിധിവരെ സാറായും കാരണമായിട്ടുണ്ട്. സാറായുടെ ദൈവം ആണാണ്. ജസബലിനോട് തർക്കിക്കുന്ന സാറ ഏബലിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്നു. ജസബലിൻ്റെ സഹോദരനാണ് ഏബൽ. പക്ഷേ ഇതിൽ നിന്നൊക്കെ വളരെ രണ്ട് വ്യത്യസ്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ജസബലിൻ്റെ ഭർത്താവിൻ്റെ അമ്മയായ ലില്ലി ജോർജ് മരക്കാരൻ. നോവലിൻ്റെ തുടക്കത്തിൽ ഒരു പുകമറയ്ക്കുള്ളിൽ ജീവിക്കുന്ന കഥാപാത്രം പിന്നീട് തെളിഞ്ഞ് പ്രകാശം പരത്തുന്ന അമ്മയായി മാറുന്നത് കാണാം. അവരനുഭവിക്കുന്ന ആ നിഗൂഢമായ സന്തോഷം നമ്മളിലേക്കും പകരുന്നുണ്ട്. ജസബലിൻ്റെ ജീവിതത്തിൽ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തി. അതുപോലെ നോവലിലുടനീളം തെളിഞ്ഞ് കത്തി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കർത്താവെ എന്നെ ഇനിയും വഴിപിഴപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന വല്യമ്മച്ചി. ജസബലിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തിൽ നിർണായക ഇടപെടൽ നടത്തിയ കഥാപാത്രം. ജീവിതം നിൻ്റേതാ കൊച്ചേ, നാട്ടുകാരും വീട്ടുകാരും നിനക്ക് നിറയുമോ? അവർ കുടിച്ചാൽ നിൻ്റെ ദാഹം മാറുമോ? നിൻ്റെ സന്തോഷം എന്താണെന്ന് നിനക്കേ അറിയൂ എന്ന് പറയുന്ന വല്യമ്മച്ചി ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവാണ്. ഈ നോവലിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം തന്നെ കേന്ദ്ര കഥാപാത്രമായ ജസബലിനെ പോലെ തന്നെ ഓരോ കഥകൾ വഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് അനിത, ആൻമേരി, ട്രീസ തുടങ്ങിയവർ. അനിതയുടെയും സന്ധ്യമോഹൻ്റെയും കഥ തന്നെ മറ്റൊരു നോവലിനുള്ളതുണ്ട്. അതായത് നോവലിനകത്തെ നോവൽ എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ ഇനി നമ്മൾ നോവലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിലേക്കാണ് കടക്കുന്നത്. ജസബലിൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ജോർജ് ജെറോം മരക്കാരൻ, കഥയിലെ വില്ലൻ. ഇവിടെ ആൺ അഹന്തയുടെയും ആൺ മേൽക്കോയ്മയുടെയും മൂർത്തിരൂപമാണ് ജോർജ് ജെറോം മരക്കാരൻ.
അദ്ദേഹത്തിന് മേൽ ജെസബൽ നേടുന്ന വിജയത്തിനായാണ് നമ്മൾ ഓരോ വായനക്കാരും നോവലിൻ്റെ അവസാനം വരെ കാത്തിരിക്കുന്നത്. എന്നാൽ രോഗം അയാളുടെ ആത്മാവിനെ അലക്കി വെളുപ്പിച്ച് സ്ഫുടം ചെയ്യുന്നത് നമുക്ക് നോവലിൻ്റെ അവസാനം കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിലെ മിക്ക കഥാപാത്രങ്ങളും മുഖംമൂടി അണിഞ്ഞവരാണ്. ആ കപടമുഖങ്ങളെ നോവലിൽ വലിച്ചു കീറുന്നു. അതായത് പ്രത്യേകിച്ച് കബീർ മുഹമ്മദ്, ജോൺ സക്കറിയ തുടങ്ങിയ കഥാപാത്രങ്ങൾ. മനുഷ്യരുടെ കപടമുഖങ്ങളെക്കുറിച്ച് ജെസബൽ പറയുന്ന ഒരു വാക്യമുണ്ട്. മറ്റൊരാൾ തന്നെപ്പോലെ വേദനിക്കുന്നു, മനുഷ്യരെത്ര നികൃഷ്ടരാണ്, മറ്റൊരാൾ തന്നെപ്പോലെ വേദനിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴല്ലാതെ ആരും ആശ്വാസം അനുഭവിക്കുന്നില്ല. മറ്റാരും തന്നേക്കാൾ ഭേദമല്ലെന്ന് കണ്ടെത്തുന്ന നിമിഷം ആത്മവിശ്വാസം തിരിച്ചു കിട്ടുന്നു. വളരെ ചിന്തനീയമാണ് ഈ വാക്കുകൾ. അതുപോലെ നോവലിൽ നായിക ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ മെഡിക്കൽ സംബന്ധമായ വിവരങ്ങളുടെ സംബന്ധമായ കാര്യങ്ങളുടെ ഒരു നല്ല വിവരണം തന്നെ നമുക്ക് നോവലിൽ കാണാം. അതുപോലെ സ്വവർഗപ്രണയം, ട്രീസ എന്ന അദ്വൈതയുടെ ട്രാൻസെക്ഷൽ വിഷയങ്ങൾ, അതൊക്കെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നോവലിൻ്റെ അവസാനം കോടതി ജെസബലിനെതിരായി വിധി പ്രഖ്യാപിക്കുമ്പോൾ അവൾ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചറിവ് അവൾ ജീവിതത്തെക്കുറിച്ച് നടത്തുകയാണ്. അത് ജെസബലിൻ്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് വായിക്കാം. ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠം എന്താണെന്ന് പറയട്ടെ. മനുഷ്യർ ജീവിതത്തെ ഒരു സിനിമയായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നും യഥാർത്ഥത്തിൽ സംഭവിക്കണമെന്നില്ല, സംഭവിച്ചുവെന്ന് തോന്നിപ്പിച്ചാൽ മതി. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അവരുടെ തിരക്കഥയനുസരിച്ചുള്ള ജീവിതമാണ്. അവസാനം ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും പോലെ ജെസബൽ തൻ്റെ പീഡനാനുഭവത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ ഒച്ച വെക്കാതെയും യുദ്ധം ചെയ്യാം, ആരുമറിയാതെ ജയിക്കുകയും ചെയ്യാം എന്ന് ജെസബൽ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ വീണുപോകുമെന്ന് തോന്നിയാൽ സർവ്വശക്തിയും എടുത്ത് നമ്മളെ തന്നെ സ്നേഹിക്കണമെന്ന് അവൾ വിളിച്ചു പറയുന്നു തൻ്റെ ജീവിതത്തിലൂടെ. ഉയർപ്പിക്കപ്പെട്ട ജെസബൽ അത്യധികം ഊർജത്തോടെ ആകാശത്തേക്ക് ഉയർന്നു. സൂര്യൻ ഉദിച്ചുയരുകയായിരുന്നു. ചുവന്നതും മനോഹരമായ രശ്മികൾ അവളെ ചൂഴ്ന്നു, അവളിൽ ലയിച്ചു. അവൾ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയായി. വളരെ മനോഹരമായ ഒരു നോവലാണ്. വായിക്കാത്തവർ വായിക്കുക. തീർച്ചയായും നല്ല ഒരു വായനാനുഭവം നൽകും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുസ്തകവുമായി മാധവ് മലയാളത്തിലൂടെ വീണ്ടും കാണാം.